പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നവീൻ ബാബുവിൻ്റെ മരണം നടന്ന സമയം മുതൽ CPM ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് എന്താ? ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്നാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം പത്തനംതിട്ട പാർട്ടി നിന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനെതിരായിട്ടുള്ള പ്രതിയുടെ ഒപ്പം കണ്ണൂർ പാർട്ടി നിന്നു. ഒരു സമയമുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്ന സമയത്താണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ പത്തനംതിട്ടയിലുള്ള നവീൻ ബാബുവിൻ്റെ കുടുംബം സന്ദർശിക്കുന്നത്. അത് സന്ദർശിച്ച ഗോവിന്ദൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, ഞാനാണ് പാർട്ടിയുടെ അവസാന വാക്ക്, ഞാൻ പറയുന്നത് പാർട്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്, ആദ്യ അവസാനം ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് ഗോവിന്ദൻ അവിടെ വെച്ച് പറഞ്ഞു. പിന്നീട് ഈ കാര്യത്തിൽ എന്താ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നീട് സാവധാനം പാർട്ടി പ്രതിയായ ദിവ്യയ്ക്കൊപ്പം വന്നു. ദിവ്യയെ ഒളിവിൽ പാർപ്പിച്ചു. അവർക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെ പഞ്ചനക്ഷത്ര സൗകര്യത്തിൽ ജയിലിൽ പാർപ്പിച്ചു. ജാമ്യം കിട്ടി ജയിൽ മോചിതയായി വരുന്ന സമയത്ത് എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോലെ ഉള്ള സ്വീകരണങ്ങൾ നൽകി. അവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമള വരെ ഒരു ഉളുപ്പും ലജ്ജയും നാണവുമില്ലാതെ അവിടെ പോയി കാത്തു നിന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൈക്കൂലി വാങ്ങിയെന്നും വാങ്ങിയില്ല എന്നും രണ്ടഭിപ്രായങ്ങളുണ്ട് എന്ന് വരെ പറയുന്ന നില നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പത്തനംതിട്ട ഘടകം പയ്യെ പുറകോട്ട് പോകുന്നത് നമ്മൾ കണ്ടതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഞാനിവിടെ കൂടുതൽ പറയുന്നില്ല. അതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അവർ കാര്യകാരണ സഹിതം പറഞ്ഞത് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, അതിനുള്ള തെളിവുകൾ അവർ നിരത്തി. എന്നിട്ട് അവർ കഴിഞ്ഞ 2-3-4 ആഴ്ചക്കാലമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് തെളിവുകൾ നിരത്തി അവർ കോടതിയിൽ ഹർജിയിൽ അവർ പറഞ്ഞു. അങ്ങനെ കാര്യകാരണ സഹിതം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ മഞ്ജുഷ അത് ഇന്ന കാരണം കൊണ്ട് തൃപ്തികരമല്ലാത്തത് കൊണ്ട് CBI ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ് മഞ്ജുഷ തൻ്റെ ആവശ്യമായി പറഞ്ഞത്. ഈ ഹർജി കോടതിയിൽ വന്ന സമയത്ത് സർക്കാർ ഇതിനെക്കുറിച്ചിട്ട് മൗനം പാലിച്ചു. സർക്കാർ ഇതിനകത്ത് നിലപാടുകളൊന്നും എടുത്തില്ല. ഇത് 26-ാം തീയതി വാദത്തിന് വന്നപ്പോൾ ഹൈക്കോടതി 3 കാര്യങ്ങൾ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞു, കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു, CBIയോട് നിങ്ങളിത് ചെയ്യാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. ഇത് 3 ഹൈക്കോടതി ജഡ്ജി പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ, സർക്കാർ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞില്ല. എന്നാൽ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പുറത്തേക്ക് വന്നു. അതാരുടേതായിരുന്നു അറിയാമോ? അത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അഭിപ്രായമാണ് പുറത്തേക്ക് വന്നത്. ഗോവിന്ദൻ അതിശക്തമായി രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ CBI അന്വേഷണത്തോട് യോജിക്കുന്നില്ല, CBI അവസാന വാക്കല്ല, CBI കൂട്ടിലെ തത്തയാണ്, CBI ഞങ്ങൾ ഇന്നലെ എതിർത്തിട്ടുണ്ട്, ഇന്ന് എതിർത്തിട്ടുണ്ട്, നാളെയും എതിർക്കും എന്ന് 1-ലധികം തവണ പരസ്യ പ്രസ്താവനയുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. അപ്പോൾ തന്നെ നമുക്കൊരു സംശയം തോന്നി, ഇതെന്താണ് ഇങ്ങനെ? അപ്പോൾ തന്നെ ആളുകൾ പറയാൻ തുടങ്ങി ഇത് ഇരട്ടത്താപ്പാണ്. കാരണം സോളാർ കേസ് അന്വേഷിക്കാൻ പിണറായി സർക്കാർ ആവശ്യപ്പെട്ടത് ഇതേ CBIയോടാണ്. പല കൊലക്കേസുകളും CBI അന്വേഷിക്കുന്നുണ്ട്. പെരിയ കൊലക്കേസ്, മറ്റേ ശരത്ലാൽ ടി കൃപേഷിനെ കൊലക്കേസ് CBI ആണ് അന്വേഷിക്കുന്നത്. അരിയിൽ ഷുക്കൂറിൻ്റെ വധക്കേസ് CBI ആണ് അന്വേഷിക്കുന്നത്. അങ്ങനെ പല കേസുകളും CBI അന്വേഷിക്കുന്നുണ്ട്. സോളാർ അന്വേഷണവും ഈ പിണറായി സർക്കാർ CBI അന്വേഷണത്തിനാണ് വിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇരട്ടത്താപ്പാണ് ആ സമീപനം. പക്ഷേ ഈ വിഷയത്തിൽ CBI അന്വേഷണത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ രംഗത്ത് വരികയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാത്രമാണ് രംഗത്ത് വന്നത്, വേറെ ആരും വന്നില്ല. ബാലനോ അതുപോലെ ഈ പ്രവൃത്തികൾ ആരും വന്ന് കണ്ടില്ല. പിണറായി വിജയനും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ MV ഗോവിന്ദൻ 1 അല്ല 2 പ്രാവശ്യം പുറത്തു വന്ന് CBI അന്വേഷണത്തെ തള്ളിപ്പറഞ്ഞു. സുഹൃത്തുക്കളെ, എനിക്കിതിനകത്ത് പറയാനുള്ളത്, എന്തുകൊണ്ടാണ്
എം.വി. ഗോവിന്ദൻ CBI അന്വേഷണത്തെ ഈ വിഷയത്തിൽ CBI അന്വേഷണത്തെ തള്ളിപ്പറഞ്ഞു രംഗത്ത് വന്നത് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ചോദ്യം. അതിനുള്ള എൻ്റെ മറുപടി എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ CBI അന്വേഷണം വന്നാൽ ഗോവിന്ദൻ്റെ മകനും അന്വേഷണ പരിധിയിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത്, അയാൾക്ക് ഇതിലുള്ള പങ്ക് പുറത്തു വരാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോവിന്ദൻ്റെ മകനും ഈ ബിനാമി പെട്രോൾ പമ്പുകൾ ഉണ്ടോ എന്നുള്ള ആരോപണം പാർട്ടി അണികളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോവിന്ദൻ്റെ വളരെ അടുപ്പക്കാരനായിട്ടുള്ളൊരു രജീഷ് എന്ന് പറഞ്ഞൊരുത്തരുണ്ട്. അവൻ ഈ ഗോവിന്ദൻ്റെ മകൻ്റെ അടുപ്പക്കാരനാണ്. അയാൾ സ്ഥിരമായി ഗോവിന്ദൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുന്ന ആളാണ്. അയാളുടെ വണ്ടിയിലാണ് പലപ്പോഴും ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പേ സഞ്ചരിച്ചിട്ടുള്ളതെന്ന് കേൾക്കുന്നു. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ ഗോവിന്ദൻ മത്സരിക്കുമ്പോൾ ഈ രജീഷ് എന്ന് പറഞ്ഞ ആളുടെ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഈ രജീഷിനും ബിനാമി പമ്പുകളുണ്ട് എന്ന് കേൾക്കുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തിൽ CBI അന്വേഷണം വന്നാൽ ഗോവിന്ദൻ്റെ മകനെതിരെയും മകനും അതിൽ പങ്കാളിയാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് M.V. ഗോവിന്ദൻ ഈ വിഷയത്തിൽ CBI അന്വേഷണത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. സുഹൃത്തുക്കളെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഗോവിന്ദൻ്റെ മകനും രജീഷിനും ഒക്കെ തന്നെ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉള്ള പങ്കിനെക്കുറിച്ച് കണ്ണൂരിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഷമാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണവും കൂടി കേട്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനിയും നമുക്ക് ഈ ഷമാസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രതികരണവും കൂടി നമ്മൾക്ക് കേൾക്കാം. എന്തുകൊണ്ട് PP ദിവ്യയെ CPM സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPMന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ ഈ പറയപ്പെട്ട ഈ സംഭവങ്ങളുടെ പ്രധാന കാരണക്കാരനായ പ്രശാന്തനുമായൊരു അടുത്ത ബന്ധമുണ്ട്. ഈ PP ദിവ്യ ഉന്നയിച്ച ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലും അതിൻ്റെയൊക്കെ ഫലമായി ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തിലുമെല്ലാം മുഖ്യ കാരണക്കാരനായ പ്രശാന്തൻ്റെ അളിയൻ രജീഷ്, നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാകും. ഈ അന്വേഷണത്തിൻ്റെ ഒരു ഇടവേളയിൽ ബിനാമി ഇടപാടുകളുടെ സംശയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു രജീഷിനെയും പോലീസ് മൊഴിയെടുത്തതായിട്ടോ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതായിട്ടുള്ള ചില വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ പറയപ്പെടുന്ന രജീഷ് M.V. ഗോവിന്ദൻ മാഷുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന, M.V. ഗോവിന്ദൻ മാഷിൻ്റെ വീട്ടിൽ അത്രയേറെ സ്വാതന്ത്ര്യമുള്ള, സാധാരണഗതിയിൽ പറഞ്ഞാൽ വീടിൻ്റെ അടുക്കളയിൽ വരെ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് പ്രശാന്തൻ്റെ അളിയൻ രജീഷ്. ഗോവിന്ദ മാഷും രജീഷും തമ്മിലുള്ള ബന്ധം കേവലം ചെറുതല്ല. അദ്ദേഹത്തിൻ്റെ ഗോവിന്ദ മാഷിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുമായി വളരെ അടുത്ത ബന്ധം രജീഷിനുണ്ട്. ഇത് ഇന്നോ ഇന്നലെയുള്ള കാര്യമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെ ഗോവിന്ദ മാഷ് തളിപ്പറമ്പിൽ മത്സരിക്കുന്ന സമയത്തുൾപ്പെടെ ഗോവിന്ദ മാഷ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ച പല വാഹനങ്ങളും രജീഷുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം മാത്രമല്ല. തളിപ്പറമ്പിലെ ജനങ്ങൾക്ക്, കണ്ണൂരിലെ മാധ്യമപ്രവർത്തകർക്കൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന, വളരെ കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരു ബന്ധം തന്നെയാണ് ഈ പറയപ്പെട്ട രജീഷിന്, പ്രശാന്തിൻ്റെ അളിയനായ രജീഷിൻ്റെയും M.V. ഗോവിന്ദൻ മാഷിൻ്റെ മകനുമായിട്ടുള്ള ഒക്കെ ബന്ധം. പലതരത്തിലുള്ള ദുരൂഹമായ ഇടപാടുകളിലും ഇടനിലക്കാരനായിട്ടും ഈ രജീഷ് പ്രവർത്തിച്ചു എന്നുള്ള ആരോപണങ്ങളും ഉള്ളറകളിലുണ്ട്. മാഷിനു വേണ്ടി പല വഴിവിട്ട ഇടപാടുകളും ഈ പറഞ്ഞ രജീഷും മാഷിൻ്റെ മകനുമൊക്കെ നടത്തിയതായിട്ടുള്ള വിവരങ്ങളുമുണ്ട്. അതൊക്കെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നു. പാർട്ടിക്കകത്ത് തന്നെ അത്തരം അഭിപ്രായങ്ങളും ചർച്ചകളും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പ്രതികരണം ഇവിടെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് M.V. ഗോവിന്ദൻ ഈ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ CBI അന്വേഷണത്തെ എതിർത്ത് രംഗത്ത് വന്നത് എന്ന്. അത് ഈ പ്രതികരണത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഗോവിന്ദൻ്റെ മകനും ഗോവിന്ദൻ്റെ ചില അസ്മാദികളുമൊക്കെ ഇതിനകത്ത് പങ്കാളികളാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഗോവിന്ദൻ ശക്തിയുക്തം ഈ വിഷയത്തിൽ CBI അന്വേഷണത്തെ എതിർത്തത് എന്ന് കാണാൻ നമുക്ക് കഴിയണം.